പുതിയതായി 2 കഞ്ചാവ് ഫാം തുടങ്ങിയതിന് ശേഷവും എഡ്ഡിയുടെ എസ്റ്റേറ്റിൽ നിന്ന് ഫാം മാറ്റുവാനായിട്ട് സൂസിയും അവളുടെ അച്ഛൻ ബോബിയും തയ്യാറായിട്ടില്ല. ബോബി പറയുന്നു അവനെ ഒരിക്കലും വിട്ടുകൂടാ, അവനെ നമ്മുടെ ബിസിനസ്സിൽ പങ്കാളിയാക്കണം. സൂസിയുടെ കഞ്ചാവ് ബെൽജിയത്തിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഫ്ലോറിയാൻ ഡെ ഗ്രൂട്ട് എന്നൊരുത്തൻ മുൻപത്തേക്കാൾ കൂടുതൽ പണം ആവശ്യപ്പെട്ടിരുന്നു. അവർ അണ്ടർഗ്രൗണ്ട് ഫാമിൽ സംസാരിച്ചു കൊണ്ടിരിക്കെ അവിടുത്തെ കറണ്ട് കട്ടാവുന്നു. എഡ്ഡി മുകളിൽ കയറി നോക്കുമ്പോൾ കാറിൽ വന്നവരാരോ തങ്ങളുടെ പവർ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന 2 ജനറേറ്റർ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു. എഡ്ഡി അതിൽ ഒരു കാറിനെ ചേസ് ചെയ്ത് പിടിക്കുന്നു. അതിലൊരു പെണ്ണും കുറേ കൊച്ചുകുട്ടികളും ആയിരുന്നു. അവൾ പറയുന്നു, ഞങ്ങൾ വാർഡ് ഫാമിലിയിൽ നിന്നാണ്. വാർഡ് ഫാമിലി എന്ന് പറയുന്നത് ഒരു കൂട്ടം ക്രൂരന്മാരായ നാടോടികളാണ്. തങ്ങൾക്ക് ഈ തണുപ്പത്ത് കുട്ടികളടക്കമുള്ളവരെ സംരക്ഷിക്കേണ്ടത് കൊണ്ടാണ് ജനറേറ്റർ മോഷ്ടിക്കേണ്ടി വന്നത്. എഡ്ഡി ഒരു ജനറേറ്റർ കൊണ്ടുപോകാൻ സമ്മതിക്കുന്നു. അവൻ തിരിച്ചു വന്ന് സൂസിയോട് കാര്യം പറയുന്നു. അപ്പോഴാണ് അവർക്കൊരു ഡൗട്ട്. ഇവിടെ നടക്കുന്നത് വല്ലതും അവർ അറിഞ്ഞു കാണുമോ? അവർ വാർഡ് ഫാമിലിയെ കാണാൻ ചെല്ലുന്നു. അവിടെ അവർ JP വാർഡ് എന്ന അവരുടെ ലീഡറിനെ മീറ്റ് ചെയ്യുന്നു. JP പറയുന്നു, നിങ്ങളുടെ ഫാം ഹൗസിൽ എന്താണ് നടക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങളെയും കൂടി നിങ്ങളുടെ ബിസിനസ്സിൽ പങ്കാളികളാക്കണം. എഡ്ഡിയും സൂസിയും കൂടി പറയുന്നു, ശരി, നിങ്ങൾ ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഈ രാജ്യത്ത് നിന്നും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കടത്താൻ സഹായിക്കണം. നിങ്ങൾ നാടോടികളല്ലേ, ആ ലേബൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അങ്ങനെ അവർ ഡീലിലെത്തുന്നു. വാർഡ് ഫാമിലി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആകുന്നു. വാർഡ് ഫാമിലി പുതിയ രീതിയിൽ ഡിസ്ട്രിബ്യൂഷന് തയ്യാറാകുന്നു. അത് വളരെ സക്സസ്ഫുള്ളുമാകുന്നു. അങ്ങനെ അവർ എസ്റ്റേറ്റിൽ കുറച്ച് നാൾ താമസിക്കുന്നു. ഒരു ദിവസം അണ്ടർഗ്രൗണ്ട് ഫാമിൽ സൂക്ഷിച്ചിരുന്ന 4 മില്യൺ പൗണ്ട് മോഷ്ടിക്കപ്പെടുന്നു. അത് സ്വാഭാവികമായും വാർഡ് ഫാമിലി എടുത്തിരിക്കാമെന്ന് എല്ലാവരും ചിന്തിക്കുന്നു. എഡ്ഡി JPയെ കണ്ട് ക്യാഷ് മോഷ്ടിച്ചോ എന്ന് ചോദിക്കുന്നു. അവർ തമ്മിൽ വഴക്കുണ്ടാകുന്നു. എഡ്ഡിക്ക് തോന്നുന്നു വാർഡ് ഫാമിലി അല്ല, പഴയ ഡിസ്ട്രിബ്യൂട്ടറായ ഡി ഗ്രൂട്ട് ആയിരിക്കാം ഈ കളവ് നടത്തിയത്. അയാളെ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് ഒഴിവാക്കിയതിന് പകരം ചോദിക്കാൻ. എഡ്ഡിയും സൂസിയും ഡി ഗ്രൂട്ടിനെ പോയി കാണുന്നു. അവൻ്റെ ഫുഡിൽ വിഷം കലർത്തുന്നു. ആരാണ് ക്യാഷ് മോഷ്ടിച്ചതെന്ന് അവനോട് ചോദിക്കുന്നു. പറഞ്ഞില്ലെങ്കിൽ നിങ്ങളിവിടെ കിടന്ന് മരിച്ചു വീഴുമെന്നും സത്യം പറഞ്ഞാൽ ഈ ആൻറ്റിഡോട്ട് നിങ്ങൾക്ക് നൽകാമെന്നും പറയുന്നു. അവൻ പേരെഴുതി കൊടുക്കുന്നു. സൂസിയുടെ ബോഡി ഗാർഡായിരുന്നു പണം മോഷ്ടിച്ചത്. അവനെ കൊന്നുകളയാൻ JPയെ നിയോഗിക്കുന്നു. മരിക്കുന്നതിന് മുമ്പ് അവൻ പറയുന്നു, സൂസിയെ വിശ്വസിക്കരുത്, അവൾ ചതിക്കും. അവൻ ജത്രയുടെ മർഡറിനെ പറ്റി പറയുന്നു. അത് എഡ്ഡിക്ക് സൂസിയെക്കുറിച്ച് ചില സംശയങ്ങൾ ഉണ്ടാക്കുന്നു. ഇതേസമയം ലേഡി സബ്രീനയും ജിയോഫും തങ്ങളുടെ പഴയ അഫെയറിനെ പറ്റി സംസാരിക്കുന്നു. എഡ്ഡിയുടെയും ഫ്രെഡിയുടെയും സിസ്റ്റർ ഷാർലറ്റ് ഇൻഫാക്റ്റ് ജിയോഫിൻ്റെ മകളാണെന്ന കാര്യവും പ്രേക്ഷകർക്ക് റിവീൽ ചെയ്യുന്നു.